ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് പെരുന്നാളിൻ്റെ ദിവസം നമ്മളെ വീട്ടിലുണ്ടാക്കിയ തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പം തലശ്ശേരി ബിരിയാണി ദമ്മിട്ട് നമ്മൾ പൊട്ടിക്കുന്നതാണിത്. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണതെന്ന് നമ്മൾ കാണിച്ചു തരാം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉള്ളി നല്ലോണം പൊരിച്ചെടുക്കണം. ഉള്ളി നല്ല ഇഷ്ടം പോലെ വേണം, എന്നാലേ അത് ടേസ്റ്റായി മാറുള്ളൂ. എന്നിട്ട് കുറച്ച് ഉള്ളി, മല്ലിച്ചപ്പും പുതിനയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതെല്ലാം ചേർത്ത് വെച്ച് മിക്സ് ചെയ്യും. തലശ്ശേരി ദം ബിരിയാണിയാണ്. ആ ദം ബിരിയാണിൻ്റെ തർത്തീബുകളാണ് നടക്കുന്നത്. നമ്മൾ കാണാം. ആദ്യം നമ്മൾ ഉള്ളിയും തക്കാളിയും അരച്ചതെല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി പൊരിച്ചതിട്ടാണ്. ഉള്ളി പൊരിച്ചതിട്ട് കഴിഞ്ഞിട്ട് മസാലക്കൂട്ടുകൾ ഇട്ടാൽ ഇഞ്ചി വെളുത്തുള്ളി, അതും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റിന് വെക്കും. ഇനി മസാലക്കൂട്ടുകളാണ്. അടുത്ത ജീരകപ്പൊടി ഇട്ട്, വേറെ അടുത്തത് എന്താണ്, മഞ്ഞൾപ്പൊടിയാ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അല്ലേ. ഇച്ചിരി ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന തലശ്ശേരി ദം ബിരിയാണിൻ്റെ തർത്തീബുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇനി തൈര് ചേർത്ത് ചിക്കൻ ഇടാനായിട്ടോ. ചിക്കൻ ഇട്ടുകൂടെ. എരി കുറച്ച് കുറവുണ്ട്. അതിൻ്റെ ഒരു 2-3 പച്ചമുളക് കൂടി ചതച്ചതിലിടണം. അപ്പം നമ്മൾ മസാല നല്ലപോലെ കുഴയ്ക്കുകയാണ്. കുഴച്ചിട്ട് നമ്മൾ ചിക്കന് തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ്. ഉണ്ടാക്കുന്നത് മോളാണ്. നമ്മൾ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ നല്ലപോലെ ചിക്കൻ കുഴയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരണം ഈ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ മെല്ലെ സ്ലോവിൽ വേവിച്ച്. അപ്പം നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ചിക്കൻ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കുറച്ച് നേരം. ഇത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ മസാല അപ്പോഴേക്കും നമ്മൾ വേറൊരു ചെമ്പിൽ നെയ്ച്ചോറ് വെച്ച് മാറ്റി വെക്കുക. നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് ആ മസാലൻ്റെ മുകളിലിട്ട് ദമ്മിട്ടാൽ ദം ബിരിയാണി റെഡിയായിട്ടോ. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.